സംസ്ഥാനത്ത് LDF വന്നു. ആരൊക്കെ പറഞ്ഞത് ശരിയായി? എന്തായാലും ജനങ്ങളുടെ വിധി വരുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഫലങ്ങളൊക്കെ ഔദ്യോഗികമായി പൂർണ്ണസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേമം നിയോജക മണ്ഡലത്തിൻ്റെ ഔദ്യോഗിക ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 8671 വോട്ടുകൾക്ക് O രാജഗോപാൽ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഫലം കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോയിട്ട് ചർച്ചയിലേക്ക് എത്താം. ഏതൊക്കെ അവകാശവാദങ്ങളാണ് ശരിയാകുന്നത്? LDF വന്നു, LDF വരും, എല്ലാം ശരിയാകും എന്നത് മാത്രമാണോ ജനം കേട്ടത്? LDF തരംഗമാണ് എന്നത് ശരിവെക്കുന്ന രീതിയിലുള്ള ജനവിധിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. UDF വിരുദ്ധ തരംഗം ഉണ്ട്. എന്തായാലും BJP NDAയിലൂടെ അവകാശപ്പെട്ട രീതിയിലുള്ള ജനവികാരം അവർക്കനുകൂലമായി വന്നിട്ടുണ്ടോ? ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കാണുന്നത്. നേമത്ത് O രാജഗോപാലിന്റെ ഒറ്റയാൾ പ്രതിഭാസ പ്രകടനം മാത്രം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ 91 എന്നാണ് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് പറയാൻ സാധിക്കുന്നത് LDFന്. നിങ്ങൾ വിചാരിച്ചതിലും ഒരുപക്ഷെ 2-3 സീറ്റുകൾ കൂടുതൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണോ അതോ കുറഞ്ഞോ? ആരംഭിക്കുമ്പോൾ ഞാൻ പറയുണ്ടായി കഴിഞ്ഞ ദിവസം ഒരു 80-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് കരുതി. പിന്നീടുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെ ഇവരുടെ എല്ലാം സർവേ റിപ്പോർട്ട് വരുന്ന പോലെ കുറച്ച് വർദ്ധിക്കും. പക്ഷെ ഒരു മാക്സിമം വന്നാൽ 100-നപ്പുറം പോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഞങ്ങളൊരു 90 ഒക്കെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഈ സാഹചര്യമൊക്കെ ആദ്യം ഞങ്ങൾ എബവ് 80 ആയിരുന്നു കരുതിയിരുന്നത്. പിന്നെ ഈ 2 ആഴ്ച കാലത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഗവൺമെൻറ്റിനെതിരായി വന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം വന്നപ്പോൾ അത് 80-ന് മുകളിൽ വരും. ഇപ്പോൾ 90-നകത്താഴെ വരുമെന്നാണ് കരുതി. ഇപ്പോൾ 90-ന് മുകളിലാണ് പോണത്. അതായത് നിങ്ങൾക്കെതിരായി ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. UDFന്റെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒറ്റയാൾ പ്രചരണ പോരാട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ VM സുധീരനും മറ്റുള്ളവരും ഒക്കെ ഈ രീതിയിൽ പോയാൽ ശരിയാകില്ല എന്നുള്ള രീതിയിൽ UDFനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ചാണ് UDF ക്യാമ്പ് മുന്നേറിയത്. ഒരു ഹൈക്കമാൻഡ് പോലും ഇടപെട്ടിട്ടും നടക്കാതെ ഉമ്മൻചാണ്ടിയുടെ ഏക ദിശയിലേക്കുള്ള ഒരു കൊണ്ടുപോക്കായിരുന്നു UDFനെ. അതനുസരിച്ച് മുന്നോട്ട് പോയി. നിങ്ങൾക്ക് അതിനെതിരെ പോരാടേണ്ടി വന്നു. മറുഭാഗത്ത് നിങ്ങളുടെ വോട്ടുകളെ ചോർത്തുമെന്ന രീതിയിൽ NDA BJP BDJS കൂട്ടുകെട്ടിലൂടെ വലിയ കോളിളക്കമാണ്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്ന് നടത്തിയ പ്രചരണം, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് അത് പോയത്? അല്ല, അതിൽ ഒരു കാര്യം, ഇപ്പോൾ BJP ഇവിടെ ഒരു അക്കൗണ്ട് തുറന്നല്ലോ രാജഗോപാൽ. ഇതാദ്യമേ ഞങ്ങൾക്കറിയാമെന്ന് വരുമെന്ന്. അതിന് മുഴുവൻ 100% പിന്തുണ നൽകിയത് എൻ്റെ സ്നേഹിതൻ്റെ പാർട്ടിയാണ്, കോൺഗ്രസ്. 2 സ്നേഹിതരുണ്ട്. അല്ലല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അത് അജിത്തും ഉണ്ട്. അജിത്താണ് നമ്മളൊരു പഴയ സ്നേഹിതയും പുതുതായിട്ട്. ശരി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു കണക്ക് നക്ഷത്രം പോലെ തെളിഞ്ഞിരിക്കുന്ന ഒരു കണക്കുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ ലഭിച്ചിരുന്ന 32,639 വോട്ടാണ്. ഇത്തവണ 12,000 20,000 വോട്ട്. ഒരു നിമിഷം, കറക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 91ലേക്ക് 92 എന്ന് പറഞ്ഞ് 91ലേക്ക് ഇപ്പോൾ LDF പോയതിന് കാരണം തൃശ്ശൂർ ജില്ലയിൽ വടക്കഞ്ചേരിയിൽ അനിൽ അക്കരയാണ് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. 94 വോട്ടുകൾക്ക് അനിൽ അക്കര ജയിച്ചിരിക്കുന്നു. ഇതാണ് ആയിരിക്കാം. ഞങ്ങളത് അത്രേ അവിടെ കൂട്ടിയിട്ടുള്ളൂ. ഇവിടെ 32,639 വോട്ട് വാങ്ങിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാങ്ങിച്ച UDF ഇത്തവണ 12,000 താഴെയല്ലേ വാങ്ങിച്ചത്. 20,000 വോട്ട് എവിടെ പോയി? കോൺഗ്രസിൻ്റെ പേരിൽ കൈപ്പത്തി ചിഹ്നവും കൊടുത്തൊരു കുറ്റിച്ചൂടിനെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ല. കഴിഞ്ഞ തവണ 20,000-ൽ പരം വോട്ട് ചാരുവാർ അരുവി പിടിച്ചതാണ്. അത് പിടിച്ചെങ്കിലും കുഴപ്പം വരില്ലായിരുന്നു. ഇതിൽ സംബന്ധിച്ച് കോൺഗ്രസ് സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ BJP ഇവിടെ അക്കൗണ്ട് തുറക്കണം. ഇവർ എത്ര നിഷേധിച്ചാലും ഈ കണക്ക് കള്ളം പറയില്ല. ശ്രീ BRM ഷഫീർ, നിങ്ങൾ ആണ് അതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. നിങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. ഈ ദിവസമെങ്കിലും മറ്റുള്ളവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കേണ്ട ദിവസമാണ്. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നേമത്ത് നിങ്ങൾ എന്തുകൊണ്ട് താമരയ്ക്ക് വിരിയാൻ ഇടയുണ്ടാക്കി കൊടുത്തു? നേമത്ത് ഞങ്ങൾ താമരയ്ക്ക് വിരിയാൻ ഇടമൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഇപ്പോൾ LDF പറയുന്നത്? ഘടകകക്ഷികൾ ആദ്യം മത്സരിച്ച സീറ്റാണ്. സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾ അവിടെ K കരുണാകരൻ ഈ നിയമം അല്ലെങ്കിൽ കൂടി പഴയ നിയമത്തെ മത്സരിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചാരുവാർ രവി മത്സരിച്ചതാണ്. ഞാൻ ഒരു കണക്ക് പറയാം.
കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 32,639 വോട്ടാണ് UDF ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 12,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 20,000 കുറവ് വന്നു. സ്വാഭാവികമായിട്ടും രാജഗോപാലിന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 50,605 ഇപ്പോൾ കിട്ടിയത് 60,600 എന്ന് പറഞ്ഞാൽ 10,000 വോട്ട് UDF അങ്ങോട്ട് ചോർന്നിട്ടുണ്ടാകും. എന്നാൽ അതുപോലെ 10,000 വോട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്? ഇടതുപക്ഷത്തേക്കും പോയിട്ട് അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 6% പോളിംഗ് കൂടുതലാണ്. കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ ഏതാണ്ട് പുതിയ വോട്ടർമാരുടെ കണക്കുകൂടി എടുത്താൽ 30,000 പേർ, 1,87,000 പേരുള്ള നിയമ വോട്ടർമാരിൽ 30,000 പേർ കഴിഞ്ഞ തവണ പോളിംഗ് ബൂത്തിൽ പോയവരല്ല, പുതുതായി ഇത്തവണ വോട്ട് ചെയ്തവരാണ്. അതിന്റെ ഒരു നല്ല ശതമാനവും കൂടി രാജഗോപാലിന് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ഈ പറഞ്ഞ 10,000 സമ്മതിക്കുണ്ടാകും, നല്ലൊരു ശതമാനം അവിടെ ഉണ്ടാകും. അതുപോലെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഘടകകക്ഷികൾ മത്സരിച്ച സ്ഥലങ്ങളിൽ ഘടകകക്ഷി കൊടുക്കുന്നതിന്റെ ഭാഗമായി അവിടെ ജനതാദൾ യുണൈറ്റഡ് ആണ് മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനതാദൾ യുണൈറ്റഡിന് തുറന്നു പറയും, ജനതാദൾ യുണൈറ്റഡിന് നിയമത്ത് കൊടുക്കേണ്ടിയിരുന്നില്ല. അവിടെ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിൽ ഏറെ മുന്നോട്ട് പോയാൽ. ശരി, ഇതൊക്കെ നേരത്തെ തുറന്നു പറയാത്തതാണ്. ശ്രീ ജ്യോതികുമാർ കൂടി അതിനോടൊന്ന് പറഞ്ഞാൽ, BRM ഷഫീർ പറഞ്ഞതുപോലെ അവിടെ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു നിയമത്ത്. LDF ഇപ്പൊ പറഞ്ഞ കാര്യം, ശ്രീ ആനത്തലോട്ടം പറഞ്ഞ കാര്യം അംഗീകരിക്കുകയാണ് ഏതാണ്ട് BRM ഷഫീർ. താങ്കളും അതിനോട് യോജിക്കുകയാണോ? ശ്രീ ആനത്തലോട്ടം പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേമത്ത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു പോയി എങ്കിൽ പൂഞ്ഞാറിൽ CPM വോട്ട് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് വോട്ട് പറഞ്ഞു, UDF LDF വോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ PC ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണോ? അല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ പകരത്തിന് പകരം പറഞ്ഞു വേണമെങ്കിൽ ശ്രീ ആനത്തലോട്ടെ നമുക്ക് ഇവിടുന്ന് നിശബ്ദനാക്കാം. അതല്ല എന്റെ ചോദ്യം. നിങ്ങളൊരു തോൽവിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ പരാജയത്തിന്റെ കാരണങ്ങൾ ഓരോന്നായി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാതെ അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞ് തിരിച്ചടിക്കുകയല്ല വേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നോട്ടെ, ഞാൻ അത് മറുപടി തീർക്കാൻ സമ്മതിക്കുന്നില്ലോ. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇത് എക്സെപ്ഷണൽ കേസസ് ആണ്. ശ്രീ ഒ രാജഗോപാൽ കുറെ കാലമായിട്ട് ഞാൻ അതിനെ കാണുന്നത് ഒരു സ്വതന്ത്രൻ പോലും ഇവിടെ ജയിച്ചു. ശ്രീ PC ജോർജ് പോലും ഇവിടെ ജയിച്ച സാഹചര്യത്തിൽ ഈ പിന്നെ നേമത്തെ ഇദ്ദേഹത്തിന്റെ ജ്യോതികുമാർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഒ രാജഗോപാലിന് BJPക്ക് അവകാശപ്പെടാവുന്ന ഒരു വാദത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതൊരു BJPയുടെ ഇത്തവണത്തെ പ്രചരണത്തിന്റെ ഒരു ഘട്ടം വെച്ച് നോക്കുമ്പോൾ രാജഗോപാൽ മാത്രമല്ല ഒരു 10-15 പേർ ജയിക്കേണ്ടതാണ്. അവർ പക്ഷേ നിയമം നിങ്ങൾക്ക് വിചാരിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞ പോലെ താമര വിരിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്ന BRM ഷഫീറിന്റെ ആ ഒരു അതൊന്നുമല്ല. ഞാൻ ആനത്തലോട്ട് ആനന്ദൻ പറഞ്ഞതിനോട് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തുണ്ടായിരുന്ന വട്ടിയൂർക്കാവിൽ ഇപ്പോൾ സീമ 3ാം സ്ഥാനത്താണ്. അപ്പോൾ ആ വോട്ട് 2ാം സ്ഥാനത്തേക്ക് വന്ന BJPക്കാണോ അവർ കൊടുത്തത്? അപ്പോൾ അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ച് കാര്യമാത്ര പ്രസക്തമായി ചർച്ച ചെയ്ത് അതിനൊരു കണ്ടെത്തേണ്ടതുണ്ട്. അത് വസ്തുത തന്നെയാണ്. പക്ഷേ ഈ ഔട്ട്റൈറ്റ് ആയിട്ട് വന്നിട്ട് ക്ഷമിക്കണം, വട്ടിയൂർക്കാവിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞ തെറ്റ്. വട്ടിയൂർക്കാവില് കുറിച്ചൊരു ചെറിയ തർക്കം നടക്കുകയാണ്. ഇപ്പോഴും ഔദ്യോഗിക ഫലം വന്നിട്ടില്ല. അവിടെ ഇപ്പോഴും 18 വോട്ടിനാണ് അനിലക്കര മുന്നിൽ നിന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ദിൽജിത്ത് ഇപ്പോൾ ചേരുന്നു. ദിൽജിത്ത്, എന്താണ് വടക്കാഞ്ചേരിയിലെ സ്ഥിതി? ഞാൻ വടക്കാഞ്ചേരിയിൽ മേരി തോമസ് 63,782 വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ അനിൽ അക്കര 63,800 വോട്ടുകൾ നേടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി 4 ബൂത്തുകൾ കൂടിയാണ് എണ്ണം. ഇതിൽ ഒരു ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിലാണ് തകരാർ ഉണ്ടായിരുന്നത്. ഇതുമൂലമാണ് വടക്കാഞ്ചേരിയിലെ ഫലം ഇത്ര വൈകിയത്. തുടർന്നാണ് ഇപ്പോൾ ഇത്തരം തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ടെണ്ണൽ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും 4 ബൂത്തുകൾ കൂടി ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. ശരി, എന്തായാലും അവിടെ പൂർണ്ണ വിവരങ്ങൾ എത്തിയിട്ടില്ല. വടക്കാഞ്ചേരി ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയും 4 ബൂത്തോളം എണ്ണാനുണ്ട്. ശ്രീ അജിത് കുമാർ, നിയമം അദ്ദേഹം ഇപ്പോഴും തർക്കം പറയാണ്. ഞാൻ തീർത്തോട്ടെ. വട്ടിയൂർക്കാവിൽ ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. അവിടെ ശ്രീ മുരളീധരന് കിട്ടിയിരിക്കുന്ന 51,322 വോട്ടുകളാണ്. അവിടെ BJP കിട്ടിയിരിക്കുന്നത് 43,700 വോട്ടാണ്. അവിടെ CPM കിട്ടിയിരിക്കുന്നത് 40,441 വോട്ടാണ്. BJP ഒറ്റ വോട്ട് കൂടുതൽ പിടിച്ചിട്ടില്ല. ഒറ്റ വോട്ടല്ല, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കണക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു 2ാം സ്ഥാനത്ത്? ശ്രീ ജ്യോതികുമാർ, വട്ടിയൂർക്കാവിൽ എന്തായാലും നിങ്ങളുടെ സീറ്റ് നിങ്ങൾ നിലനിർത്തി. അതവിടെ നിൽക്കട്ടെ. നേമത്ത് അതിനു മുമ്പ് നിങ്ങൾ ജയിച്ചിരുന്ന സ്ഥലമാണ്. അല്ല, ഏറ്റവും അവസാനം ആരായിരുന്നു സിറ്റിംഗ് MLA? നേമത്ത് ശിവൻകുട്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. നല്ല പ്രകടനം കാഴ്ചവെച്ച അസംബ്ലിക്കകത്താണ് അതിന്റെ അനുഭവിച്ചത്. അസംബ്ലിക്കകത്ത് പുള്ളി പ്രകടനം കാണിച്ചതിനെ കാണിച്ചത്. ശ്രീ ആനത്തലോട്ടം, ഈ അദ്ദേഹത്തിന്റെ കണക്ക് മിസ്ലീഡ് ചെയ്യാണ്. കഴിഞ്ഞ തവണ 27,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 40,000 ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്ത് സീമയ്ക്ക്. ഏത് അന്നേരം
കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷൻ അല്ല പാർലമെന്റ് അല്ല നമ്മൾ ചർച്ച ചെയ്തത്. 2014 അസംബ്ലി എടുക്കുക നിങ്ങൾക്ക് അസംബ്ലി എടുത്താൽ 40,366. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പോഴും എത്ര ഉണ്ട്? 40,000 തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ എങ്ങും ചോർന്ന് പോയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വോട്ട് കൂടിയിട്ടുണ്ട്. എങ്ങനെ? ഞങ്ങളുടെ വോട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾ എത്ര കൂടി? ഞങ്ങളുടെ വോട്ട് നോക്ക്, കഴിഞ്ഞ അസംബ്ലിയേക്കാൾ 51,322 വോട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മൊത്തം. എല്ലാ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 56,000 വോട്ട് കിട്ടിയിരുന്നു. ഇല്ല, 56,530. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ നിങ്ങളാണ് കാരണക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഏത് 2ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ? നിങ്ങൾ 3ാം സ്ഥാനത്തേക്ക് ആയില്ലേ? അല്ല, നിങ്ങൾ വോട്ട് മറിക്കാൻ ശ്രമിച്ചാലേ, നിങ്ങൾ ശ്രീ കെ മുരളീധരനെ പരാജയപ്പെടാൻ ശ്രമിച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഞങ്ങളുടെ അപ്പൊ അവിടെയല്ല, തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി കാണാം. എന്തായാലും നിയമത്തെ കാര്യം ചോദിക്കുമ്പോൾ വട്ടിയൂർക്കാവ് ഇതിലാണ് നിൽക്കുന്നത്. എനിക്ക് ശ്രീ രാധാകൃഷ്ണ മേനോൻ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഒരു അല്പം വിഷമമുണ്ട്. അതുകൊണ്ട് ചോദിക്കാം, രാധാകൃഷ്ണ മേനോൻ, ഈ നിയമത്തെ ഒരു സീറ്റിന് വേണ്ടിയാണോ നിങ്ങൾ ഈ പെടാപ്പാടെല്ലാം പെട്ടത്? ഹെലികോപ്റ്റർ എന്നൊക്കെയുള്ള വാദമൊക്കെ, BDJS ഒക്കെ. നിങ്ങൾക്ക് ആ നിയമത്തെ സീറ്റ് രാജഗോപാൽ അല്ലാതെ തന്നെ മത്സരിച്ചാലും ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവിന്റെ പുറത്ത്, അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിത്വത്തിന്റെ പുറത്തൊക്കെ അവിടെ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് നേടി നിങ്ങളുടെ ഈ പുതിയ പ്രകടനങ്ങളൊക്കെ കൊണ്ട്? അല്ലേ, നിയമം ഞങ്ങൾ ജയിച്ചു എന്നത് കൊണ്ട് അത് മാത്രമേ ഞങ്ങൾക്ക് നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായുള്ളൂ എന്നുള്ള നിലയിൽ നിങ്ങളൊരു പ്രചരണം ഇപ്പോൾ ആരംഭിച്ചാലും സത്യം അതല്ല. ഈ നിമിഷത്തിൽ ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ 7 മണി തൊട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗൗരവമായ ചർച്ചയിലേക്ക് പോകാം. ഇപ്പോൾ സീറ്റ് എത്ര എന്നുള്ളതാണ് ചർച്ച. നിങ്ങൾക്ക് 1 മഞ്ചേശ്വരത്ത് 79 വോട്ടിന് സുരേന്ദ്രൻ പരാജയപ്പെട്ടു. അത് 2ാമത് റീകൗണ്ടിങ് നടക്കുകയാണ്.